അപ്പോൾ ഒരു അമ്മയ്ക്ക് ഉത്തരവാദിത്വമെന്ന് പറയുന്നത് തൻ്റെ കുഞ്ഞിനോടുണ്ടെങ്കിൽ നൈസർഗികമായ ചോദനയെ ആദ്യം അറിയണം. ആ കുഞ്ഞമ്മയെ ഒരിക്കലും മറക്കില്ല. അവൻ്റെ വളർച്ചയുടെ നാഴികക്കല്ലുകൾ മുഴുവൻ അമ്മയായി തീരും. കുടുംബം ശാന്തമാവും. അവിടെ അമ്മ പറഞ്ഞു വിടുമ്പോൾ കുട്ടി ഇഷ്ടപ്പെടാതെ അവിടെ പോയിരിക്കുമ്പോൾ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ മാറി മറിയും. പഠിക്കാൻ ഇഷ്ടമില്ലാത്ത വിഷയം നിർബന്ധിച്ച് പഠിപ്പിക്കുമ്പോൾ TSH കൂടും. പഠിക്കാൻ ഇഷ്ടമില്ലാതിരിക്കുമ്പോൾ പഠിക്കാത്ത സമയങ്ങളിൽ മറ്റുള്ളവരോട് ചൊറിയാൻ പോകും. പഠിക്കുന്ന കുട്ടികളോട് എതിർപ്പുണ്ടാവും. അസൂയ എന്ന വികാരമുണ്ടാവും. അസൂയ എന്ന വികാരമുണ്ടായാൽ എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ മാറി മറിയും. എൻഡോക്രൈൻ ഗ്ലാൻഡും തൈറോയിഡും അഡ്രീനലും റിയർ അഡ്രീനലും ഗൂഢാലോചനയുടെ കേന്ദ്രങ്ങളിൽ പെടും. പുറത്തല്ല ഗൂഢാലോചന. കാണുന്നതെല്ലാം നെഗറ്റീവ് ആവും. കാണുന്നവരോടെല്ലാം പ്രതികരിക്കുന്നത് വെറുപ്പിലാവും. തന്ത്രപ്രധാനങ്ങളായ രംഗങ്ങളിലെല്ലാം അടിച്ചു കളയും. വീട്ടിൽ മാന്യന്മാരെ സ്വീകരിച്ചു കൊണ്ടിരുമ്പോൾ കുട്ടി വിപരീതമായി പെരുമാറും. നിങ്ങൾ വളർച്ചയ്ക്കൊരുക്കുന്ന എല്ലാ കാര്യങ്ങളും കുട്ടി തകർക്കും. സ്കൂളിൽ പഠിക്കാൻ അനുവദിക്കില്ല മറ്റുള്ളവരെ. അത്തരം പ്രശ്നാധിഷ്ഠിത വിദ്യാർത്ഥികൾ മുഴുവൻ രൂപാന്തരപ്പെട്ടു വരുന്നത് ഈ ഒരൊറ്റ തീരുമാനത്തിന്റെ പിന്നാമ്പുറത്തു നിന്നാണ്. മറിച്ച് അവൾക്ക് നൈസർഗികമായ അഭിരുചിയുണ്ട്. കവിത, കല, സാഹിത്യം ഇഷ്ടമാണ്. അതാണ് തെരഞ്ഞെടുത്ത് പഠിക്കാൻ വിട്ടിരിക്കുന്നത്. അവള് പഠിക്കാൻ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. പഠിത്തത്തിനിടയിൽ ബാക്കി കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ നേരമില്ല. ഒന്നിനൊന്ന് സർജനം, കടന്നു പോയി വേണം ഉയരത്തിലെത്താൻ. ശാന്തമാണ്. അവളുടെ വിദ്യാഭ്യാസത്തിന് അടുക്കും ചിട്ടയുമുണ്ട്. സമയം കുറച്ച് പഠിച്ചാൽ മതി. ബാക്കി സമയം അവൾ വീട്ടിൽ വന്നാൽ പഠിത്തത്തിന് ചേരും വിധം ആ കലയുടെ നൈപുണ്യം ഉള്ളതുകൊണ്ട് അവൾ വെള്ളം കോരും. കോരുമ്പോൾ ആ തൊട്ടി താഴുമ്പോൾ കലാവാസനയിലെ അവൾ സംഗീതത്തിൻ്റെയും താളത്തിൻ്റെയും നാദങ്ങൾ അതിൽ കണ്ടെത്തിയെന്ന് വരും. അതിൽ നിന്ന് നാളെ നാദാത്മകതയുടെ ലോകങ്ങളിൽ പുതിയ താളങ്ങളും പുതിയ മാനങ്ങളും അവൾ കണ്ടെത്തും. അവളുടെ റിസർച്ച് പ്രകൃതിയിലാണ്, ഒരു ലാബറട്ടറിക്കകത്തല്ല. MA പഠിച്ചവനും MSc പഠിച്ചവനും ലാബറട്ടറി കയറിയിരുന്ന് സംഗീതത്തിലും സാഹിത്യത്തിലും ശാസ്ത്രത്തിലും ടെസ്റ്റ് ട്യൂബും ബ്യൂററ്റും വെച്ച് പരീക്ഷണം നടത്തുകയല്ല. ഈ പ്രകൃതി മുഴുവൻ പരീക്ഷണത്തിനുള്ള ഉപകരണമാണ്. അതാണ് വിദ്യാഭ്യാസത്തിന്റെ കാതൽ. അവിടെ നിന്ന് മാത്രമേ അവനും ലോകത്തിനും പ്രയോജനമുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ക്ലാസ് റൂമിനകത്തല്ല. രാവിലെ മുതൽ ആരെങ്കിലും ഉന്തിത്തള്ളി പഠിപ്പിച്ചിട്ടല്ല. അല്പം പഠിപ്പിച്ചാൽ മതി. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് മനസ്സിലാകാത്തതിന് 1000 പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവുകയൊന്നുമില്ല. വാസനയുള്ളതിനോടൊന്ന് പറഞ്ഞാൽ മതി. ഉള്ളിൽ കിടക്കുന്ന വാസന ഉണരും, പഠിക്കും. അതേ പഠിക്കാവൂ. അങ്ങനെയുള്ളതേ പഠിക്കാവൂ. തുടരാവോ? പറഞ്ഞതിൽ ശരിയുണ്ടോ? നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ ശരിയുണ്ടോ പറഞ്ഞത്? അങ്ങനെ പഠിക്കുമ്പോൾ രസമുണ്ടാവും. ഒരേ തരത്തിൽ പഠിക്കുന്നവർ തമ്മിൽ ആശയവിനിമയം നടത്തുമ്പോൾ സുഖമുണ്ടാവും. കൂട്ടുകൂടുമ്പോൾ ആ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യും. വിപരീതമായി ബ്രെയിൻ പോവില്ല. ഇതല്ലെങ്കിൽ തൈറോയിഡിൽ മാറ്റം വരും. അതിലേറ്റവും വലിയ പരിണാമം വരുന്നത്
TSHലാണ്. ഈ കുട്ടികളിൽ തന്നെ നല്ലൊരു ശതമാനത്തെ കൊണ്ടുപോയി അവരുടെ അച്ഛനമ്മമാർ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചികിത്സിക്കാൻ കൊണ്ടുപോകുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ വളരെ ചെറുപ്പത്തിലെ TSH മാറിയിരിക്കുന്നു. മൈക്രോ തൈറോയിഡിൽ പ്രശ്നങ്ങൾ, ഹൈപ്പർ തൈറോയിഡിസവും ഹൈപ്പോ തൈറോയിഡിസവും, പ്രായമാകുമ്പോൾ സ്ട്രെസ് വരുമ്പോൾ സ്ട്രെസ് ഹോർമോൺ കൂടുന്നത് മനസ്സിലാക്കാം. 2.5 വയസ്സുള്ള കുഞ്ഞിന് സ്ട്രെസ് ഹോർമോൺ കൂടിയിരിക്കുന്നു. 60-കാരൻ്റെ ഉത്തരവാദിത്വം 2.5 വയസ്സുള്ള കുഞ്ഞിൻ്റെ തലയിൽ കയറിയിരിക്കുന്നു. അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും പൊല്ലായ്മയും കണ്ടും കേട്ടും അതിനെക്കുറിച്ച് സങ്കല്പിച്ചും കുഞ്ഞിന് പ്രായമേറിയിരിക്കുന്നു. ഇതെല്ലാം കുടുംബമില്ലായ്മയുടെ രംഗവേദിയിൽ നിന്ന് രൂപപ്പെടുന്നതാണ്. ഇതൊക്കെ ഭിഷഗ്വരന്മാർ, വൈദ്യന്മാർ, ഭിഷഗ്വരൻ എന്ന പദമൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകാൻ അല്പം പ്രയാസമാണ് എങ്കിൽ വൈദ്യന്മാർ, ഡോക്ടർമാർ അവരൊക്കെ വന്ന് പരിഹരിച്ചാൽ കുറേ മരുന്ന് കൊണ്ട് മാറില്ല. മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ തൈറോനോമോ എൽട്രോക്സിനോ ഒക്കെ കഴിക്കാൻ തുടങ്ങിയാൽ മരണം വരെ കഴിക്കണം. അത് കുറേ നാൾ കഴിച്ചു കഴിയുമ്പോഴേക്ക് മറ്റൊരു ഭാഗത്ത് വേറൊരു വൈകല്യമുണ്ടാവും, അതിനും കഴിക്കണം. പിന്നെ ഇത് നിർത്താനും വയ്യ, അത് പിന്നെ വേറൊരിടത്ത് തകരാറുണ്ടാക്കും. അടുത്ത് ശാശ്വതമായ പരിഹാരം കുടുംബത്തിലുണ്ടായിരുന്നു. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് കുട്ടികൾ കാണുന്ന സീരിയലുകൾ, സിനിമകൾ, പ്രായപൂർത്തി എത്താതെ അഭിനയിക്കേണ്ടി വരുന്ന അഭിനയങ്ങൾ, സ്വപ്നങ്ങൾ. 8.5 വയസ്സിൽ സിനിമയിൽ അഭിനയിച്ചു. കുട്ടിയെ വിളിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ കുടുംബത്തെയും ലൈംഗികതയെയും പറ്റി ഇൻ്റർവ്യൂവർ ചോദ്യം ചോദിക്കുകയാണ്. കേട്ടോണ്ട് കുട്ടികളെല്ലാം ഇരിക്കുകയാണ്. ഈ ചോദ്യം ചോദിക്കാൻ കുട്ടിയെ സ്കൂളിലേക്ക് കൊണ്ടുവരികയാണ്. ബ്രെയിനിൽ അത്തരം വികാരങ്ങളെല്ലാം ഉണർന്നു വരുന്ന സമയത്ത് കുട്ടി പെട്ടെന്ന് മുതിരുന്നു. പഠിത്തം കഴിഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് എത്തിയ പോലെ ആയിത്തീരുന്നു. ഇനി പഠിക്കാനുള്ള ശ്രദ്ധ പോകുന്നു. കുട്ടികൾ സിനിമാ രംഗത്ത് വന്നതോടുകൂടി, അതിൽ പ്രത്യേകിച്ച് പെൺകുട്ടികൾ, പുരുഷന്മാർ വയസ്സുകാലം വരെയൊക്കെ സിനിമാ രംഗത്ത് പിടിച്ചിരിക്കും. ശരിയല്ല. സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വേണ്ടി വാദിക്കാൻ പോയിട്ടുള്ള സ്ത്രീകൾ ഈ രംഗത്ത് വാദിച്ചിട്ടില്ല. 70 വയസ്സുള്ളവന് 18 വയസ്സുകാരനായിട്ട് അഭിനയിക്കാം. പക്ഷെ 25 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിനും നായികയായിട്ട് അഭിനയിക്കാൻ പറ്റില്ല. Is it right? ആ സമയത്ത് നിങ്ങൾ കുട്ടികളെ അത് നശിപ്പിക്കുന്നത് നിങ്ങളറിയാതെ. നിങ്ങൾക്ക് മച്യൂരിറ്റി പെട്ടെന്ന് വരികയാണ്. ആ മച്യൂറായ വികാരങ്ങളും ആ കഥകളും നിങ്ങൾ സ്കൂളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അതെല്ലാമാണ് നിങ്ങളുടെ ചർച്ച. കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും പഠിക്കുകയാണ്. ആ വിഷയമല്ല നിങ്ങൾ കൂട്ടുകാർ തമ്മിൽ സംസാരിക്കുന്നത്. അത് ക്ലാസ് റൂമിൽ വെച്ച് തീർന്നു. പിന്നെ ഹോംവർക്ക് ഉണ്ടെങ്കിൽ അത്, പിന്നെ ട്യൂഷൻ ഉണ്ടെങ്കിൽ അത്. ബാക്കി സമയത്താണ് പഠിത്തം നടക്കുന്നത്. ക്ലാസ് റൂമിൽ പഠിത്തമില്ല. കാരണം ക്ലാസ് റൂം ടെൻഷന്റെ കേന്ദ്രമാണ്. ടെൻഷനിലിരുന്ന് പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ റിലീസ്ഡ് അല്ല. അധ്യാപകൻ എന്ന ഒരു ഭീകരൻ, മനസ്സിലായില്ല, മാനേജർ എന്ന മറ്റൊരു ഭീകരൻ, പൈസ മുടക്കിയ അച്ഛനമ്മമാരെ കുറിച്ചുള്ള ഓർമ്മ, വ്യാവസായിക തലത്തിന്റെ വിദ്യാഭ്യാസ നിയമം, രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളുടെ പിരിമുറുക്കം, അതിന്റെ നടുക്കിരുന്ന് ഒരു കുട്ടിക്ക് പഠിക്കാനാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്കൂളുകളിൽ പഠിത്തം ഉണ്ടാവില്ല. പിരിമുറുക്കത്തിൽ എന്ത് പഠിക്കാൻ? റൈറ്റ്? നിങ്ങളുടെ ബ്രെയിൻ ഫ്രീ അല്ല.
പുറത്തൊരു ചെടിയെ കാണുമ്പോൾ, പുറത്തുകൂടെ നിങ്ങൾ നടക്കുമ്പോൾ, ഒരാളോട് വർത്തമാനം പറയുമ്പോൾ 1000 അറിവ് വരുന്നുണ്ട്, മറക്കുകയില്ല. ലാഘവത്തോടെ പോയിരുന്ന് കാണുന്ന സിനിമ, അത് വികലങ്ങളായ സ്വപ്നങ്ങളാണ് തരുന്നതെങ്കിലും അതൊക്കെ യാഥാർത്ഥ്യമാണ്. സമീപകാലത്തുണ്ടായിട്ടുള്ള ആധ്യാത്മിക നേതാക്കളെ നോക്കുക, സമീപകാലത്ത് വളർന്നു വന്നിട്ടുള്ള പോലീസുകാരെ നോക്കുക, സ്ത്രീ പോലീസുകാരുൾപ്പെടെ സമീപകാലത്ത് വളർന്നിട്ടുള്ള ഭരണാധികാരികളെ, MLA, MP മുതലായവരെ നോക്കുക, ജുഡീഷ്യറിയെ നോക്കുക. അവയൊന്നും പാരമ്പര്യ പ്രതിഷ്ഠിതമായ മുൻ അറിവിൽ നിന്നല്ല രൂപപ്പെട്ടിരിക്കുന്നത്. സമീപകാലത്ത് വളർന്നു വന്നിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ നോക്കുക, സ്ത്രീ പുരുഷ ജീവിതം നോക്കുക. അവർ പഠിച്ച പുസ്തകങ്ങളിൽ നിന്നും, അവർ പഠിച്ച ചരിത്രത്തിൽ നിന്നും, അവർ പഠിച്ച സാമൂഹിക ഘടനയിൽ നിന്നും, അവർ പഠിച്ച കെമിസ്ട്രിയിൽ നിന്നും ഫിസിക്സിൽ നിന്നുമല്ല നിങ്ങളുടെ കുടുംബം രൂപപ്പെട്ടിരിക്കുന്നത്. അതെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നുമാണ്. കാരണം അത് ശരിയായ പഠിത്തമായിരുന്നു. കാരണം അവിടെ ലാഘവമുണ്ട് നിങ്ങളുടെ ഇരിപ്പിന്. നിങ്ങൾ സോപ്പ് വാങ്ങിക്കുന്നത് നിങ്ങൾ പഠിച്ച കെമിസ്ട്രിയോ ബയോളജിയോ അപ്ലൈ ചെയ്തിട്ടല്ല, പരസ്യം നോക്കിയിട്ടാണ്. ട്രൂ. കാരണം പരസ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അറിവ്. കാരണം അവിടെ നിങ്ങളുടെ മൈൻഡിൽ ലാഘവമുണ്ട്. ലാഘവം വരുമ്പോൾ കയറിക്കൂടുന്ന ഏത് അബദ്ധവും അറിവായി മാറും. പിരിമുറുക്കം ഉണ്ടാകുമ്പോൾ എത്ര ശാസ്ത്രീയമായി കയറിക്കൂടുന്നതും അറിവായി തീരില്ല. പിരിമുറുക്കമാണ് വിദ്യാഭ്യാസത്തിന്റെ സാങ്കേതികത്വം മുഴുവൻ. നിങ്ങളിതൊക്കെ എന്നോട് യോജിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല. ഞാനീ പറഞ്ഞതെല്ലാം അതിനോട് ബന്ധപ്പെട്ടതാണ് എല്ലാം. കാരണം നിങ്ങൾ കൊണ്ട് ഒരു സ്കൂളിൽ ഇരുത്തുമ്പോൾ ഒരു കുട്ടി പഠിക്കാനിരിക്കുന്നത് നല്ല പിരിമുറുക്കത്തോടെയാണ്. കാരണം ഒരു നിയമത്തിൻ്റെ കീഴിലേക്ക് മനസ്സിനെ സങ്കീർണമായി കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ബ്രെയിനിൽ ലാഘവമില്ല. അയത്നലളിതമല്ല ആ ബ്രെയിൻ. പഠിത്തമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വന്ന് ലാഘവത്തിന് ടിവിയുടെ മുമ്പിലിരിക്കുന്ന കളി കണ്ടാൽ ലാഘവമില്ല, ഫുട്ബോൾ കാണുമ്പോൾ ലാഘവമില്ല, പിരിമുറുക്കമാണ്. am I right? കാരണം അത് കളിയല്ല, അത് പ്രൊഫഷണലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോഴും ലാഘവമില്ല, ജയാപജയങ്ങളുടെ സംഘർഷമുണ്ട്. am I right? മറിച്ച് പരസ്യം ലാഘവമുള്ളതാണ്. കാരണം അതിൻ്റെ അവധൂതന്മാർക്ക് മനുഷ്യ മനസ്സിന്റെ ഈ കോടരമറിയാം. കോടരം ഗുഹ, അതില് സന്നിവേശിപ്പിക്കാൻ അവർക്ക് കഴിവുണ്ട്. നിങ്ങൾ പഠിച്ച കെമിസ്ട്രി വെച്ചാണെങ്കിൽ അലുമിനിയം പാത്രം വീട്ടിലുണ്ടാവില്ല. മാരക രോഗം ഉണ്ടാക്കുന്നതാണ് ആ സാധനം. കാരണം അലുമിനിയം ഓക്സൈഡും അലുമിനിയം ക്ലോറൈഡും അലുമിനിയം ക്ലോറൈറ്റും ഉണ്ടാവും ഭക്ഷണത്തോടൊപ്പം അകത്ത്. കണ്ടാമിനേഷൻ മുഴുവൻ. പക്ഷെ നിങ്ങളെ അത് വാങ്ങിപ്പിച്ചത് പരസ്യമാണ്. നിങ്ങളുടെ വീട്ടിൽ മെലാമിൻ പാത്രം ഉണ്ടാവില്ല, മെലാമിനായി എന്നുള്ളത് മുഴുവൻ. ഫോർമാൽഡിഹൈഡും യൂറിയയുമുള്ള മെലാമിനാണ് പഠിപ്പുള്ളവന്റെ വീട്ടിലെ അലങ്കരിച്ചിരിക്കുന്ന അതിഥികൾക്കുള്ള ഉൾപ്പെടെ ഭക്ഷണം കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. അറിവ് ലാഘവത്തോടെ കിട്ടിയത് അവിടെയാണ്. പാക്കറ്റ് ഭക്ഷണങ്ങൾ ഒന്നും നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ല. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്ന പ്രിസർവേറ്റീവ് കലർന്ന ഒരു ഭക്ഷണവും നിങ്ങൾ കഴിക്കില്ല വിദ്യാഭ്യാസം നിങ്ങൾ ഉൾക്കൊണ്ടുവെങ്കിൽ. കാരണം സോഡിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും പ്രിസർവേറ്റീവ് മുഴുവൻ ബ്രെയിനിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നതാണ്. കാരണം സോഡിയം ലെയറും പൊട്ടാസ്യം ലെയറും മാറി മറിയും. അതറിയാവുന്ന ഡോക്ടറുടെ വീടിനെ വരെ അലങ്കരിക്കുന്ന ആ സാധനങ്ങളാണ്. അച്ചാറിരിപ്പുണ്ട്, പ്രിസർവേറ്റീവ് ചേർത്തത്. ബ്രെഡുണ്ട്, ബണ്ണുണ്ട്. ഡോക്ടർമാരുടെ കാറുകളെല്ലാം ബേക്കറിയുടെ മുമ്പിലാണ്.
ഇത് ശരിയാവുമോ? ശരിയാണോ? അപ്പൊ നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പാഴ്വേലയാണ്. 10-25 കൊല്ലത്തെ രാഷ്ട്രത്തിന്റെയും കുടുംബത്തിന്റെയും സ്വന്തവും നഷ്ടം മാത്രമാണ് ഈ വിദ്യാഭ്യാസം. അത് നഷ്ടമല്ലാതെ ലാഭമാക്കിയെടുക്കുന്നതിനെ അമൂല്യം എന്ന് പറയുന്നത്. അല്ലാതെ മതം പഠിപ്പിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. മൂല്യമെന്ന് പറയുന്നത് ജീവന് മൂല്യമുള്ളതായിരിക്കണം, ആയുസ്സിന് നേരെയുള്ളതായിരിക്കണം, ജീവിക്കുന്ന കാലത്തോളം ആനന്ദമുള്ളതായിരിക്കണം, അന്യന് ഉപദ്രവം വരുത്താത്തതായിരിക്കണം. മതമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് വേണ്ടത്. വിശ്വാസങ്ങളൊക്കെ അവനവന്റെ ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ഇല്ലാതിരിക്കട്ടെ. ഉണ്ടെങ്കിൽ ചില പ്രയോജനങ്ങളുണ്ട്, കൂടിയാൽ ചില ദോഷങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ചില ദോഷങ്ങളുണ്ട്. ഇല്ലെങ്കിലും ഈ മൂല്യമുണ്ടെങ്കിൽ ചില പ്രയോജനങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അതെന്റെ വിഷയമല്ല, ഞാൻ അതിലേക്ക് കുടുംബത്തെ കൊണ്ടുപോകുന്നില്ല. ബേസിക്കായിട്ട് അറിയേണ്ട കുറെ കാര്യങ്ങൾ. അവ അച്ഛനും അമ്മയും മക്കളും ചേരുന്നിടത്ത് അമ്മയിൽ നിന്ന് രൂപാന്തരപ്പെട്ടു വന്നിരുന്നു. പ്രായപൂർത്തി എത്തിയില്ല, കോടതി പ്രകാരം കുട്ടിയാണ്. പ്രായപൂർത്തി അറിയിക്കുന്ന ബയോ ക്ലോക്ക് ചലിച്ചു, മെൻസസായി, ആൺകുട്ടിക്ക് ബീജശേഷിയും വന്നു, വികാരങ്ങളെല്ലാം ഉണർന്നു. വ്യവസ്ഥാപിത ഭരണത്തിന്റെ നയത്തിൽ വികാരങ്ങളിലൂടെയാണ് പോകുവാൻ സാഹിത്യവും കലയും ഇടപാടുകളും കൂട്ടായ്മകളും സ്പർശനങ്ങളും ദർശനങ്ങളും. കുട്ടിയുണ്ടാകണമെന്ന് ബ്രെയിൻ ആഗ്രഹിച്ചു. വ്യവസ്ഥാപിത തടയലുകൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ പോളിസിസ്റ്റിക് ഓവറിയാവും, മീശ കിളുക്കും. മീശ കിളുക്കുമ്പോൾ അതിന്റെ കാരണം സ്ത്രീക്ക് മീശ കിളുക്കുമ്പോൾ പുരുഷ ഹോർമോണുകൾ വർദ്ധിക്കുന്നുണ്ടെന്നും അതിന് കാരണം പ്രായപൂർത്തിയിൽ വന്ന വികാരങ്ങളാണെന്നും ഓവറിയിൽ മുഴുവൻ സിസ്റ്റ് ഉണ്ടെന്നും തള്ള അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പറിക്കാൻ ബ്യൂട്ടി പാർലറിനെ എണ്ണം കൂട്ടുകയല്ല, പകരം ഇതുണ്ടാകാതിരിക്കുന്ന ഒരു വ്യവസ്ഥയെ ചിന്തിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. %25 പെൺകുട്ടികൾക്ക് 18 വയസ്സിന് താഴെ നന്നായി മീശയും താടിയും വളർന്നവരാണ്. നിങ്ങൾ കാണുന്നതിന്റെ എണ്ണം വെച്ചാ പറയേണ്ടത്. Is it true? Is it true? ഈ കുട്ടികൾ എങ്ങനെ കുടുംബജീവിതത്തിൽ സ്ത്രീകളായി ജീവിക്കും? ഇവരുടെ FSHന്റെ താളമേളങ്ങൾ മാറ്റാൻ എത്ര മരുന്ന് കഴിക്കണം? മൂല്യമുള്ള ജീവിതം ഇവർക്ക് വിധിച്ചിട്ടുണ്ടോ? ജീവിതത്തിന്റെ ഏതെങ്കിലും സൗഭാഗ്യം ഇവർക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇവരുടെ പെരുമാറ്റങ്ങൾ എത്ര പേരെ വിഷമിപ്പിക്കും? അവരെ എത്ര ബുദ്ധിമുട്ടിലെത്തിക്കും? അവരെ രോഗികളായി കാണുമോ? അതല്ല അവരുടെ തൻ്റെയിടത്തെ സമൂഹം പ്രശംസിക്കുമോ? ആതുരമായൊരു മനസ്സിൽ നിന്ന് വരുന്ന തൻ്റെയിടത്തെ അനാവശ്യ ഘട്ടത്തിൽ പ്രശംസിക്കുന്ന അച്ഛനമ്മമാരും അനാവശ്യ ഘട്ടത്തിൽ താലോലിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരും മതങ്ങളും ചേർന്ന് അവരെ ഉപയോഗിക്കുമ്പോൾ ഭീകരത അഴിഞ്ഞാടുന്ന ഒരു സമൂഹ വ്യവസ്ഥിതി സംജാതമാകുമോ? ഇതൊക്കെയാണ് കുടുംബം പോകുമ്പോൾ നഷ്ടമാകുന്നത്. ആ ഉന്നതമായ ചിന്തകൾ. കുടുംബം ഉള്ളപ്പോൾ ഇതൊരാൾ കാണും, കണ്ടില്ലേ അവൾക്ക് മാറ്റം കാണുന്നു, വിളിച്ചൊന്ന് ശാസിക്കണം, അവളുടെ ചിന്തകൾ മാറിയിരിക്കുന്നു, സൗമ്യമായ ചിന്ത മാറ്റാൻ പറയണം, നന്നായി അവൾ വളർന്നു വരണം, ജീവിതത്തിൽ പക്വമാകുന്ന സമയത്ത് അനുഭവിക്കേണ്ടത് പലതും അനുഭവിക്കാൻ ഇടയില്ലാതെ അവൾക്കാവരുത്, അവനാവരുത്.
ഇത് കുട്ടികളിൽ മാത്രമല്ല, ഇത്തരം കുട്ടികൾ ജനിക്കുമ്പോൾ മാതാവിൽ വരുന്ന ഒരു വൈകല്യമുണ്ട്. ഒരമ്മ തൻ്റെ കുട്ടി കളിക്കണമെന്ന് ചിലപ്പോൾ ആഗ്രഹിക്കും, തൻ്റെ കുഞ്ഞ് പഠിത്തത്തിൽ ഒന്നാമതാകണമെന്ന് ആഗ്രഹിക്കും, തൻ്റെ കുഞ്ഞിന് പ്രശസ്തി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇങ്ങനൊരു അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പഴയ കാലത്ത് ഈ ആഗ്രഹം എല്ലാം നടപ്പിലാക്കാൻ ഒരുപാട് കുട്ടികളുമുണ്ട്. മനസ്സിലായില്ല? ആ ഒരു 10-12 എണ്ണം ഉണ്ട് ഒരു ജാഥയ്ക്കുള്ളത്. അപ്പോൾ ഒരെണ്ണം തല്ലുകൊള്ളിയായിരിക്കും. വീട്ടിലെ അച്ഛനെതിരെ ഒരു പ്രശ്നം അച്ഛൻ്റെ ബന്ധുക്കളിൽ നിന്നുണ്ടായാൽ, അമ്മയുടെ ബന്ധുക്കളിൽ നിന്നുണ്ടായാൽ, അവൻ അരയും തലയൊക്കെ മുറുക്കി ഇറങ്ങും. അയൽവക്കത്ത് ഒരു അതിർത്തി തർക്കം ഉണ്ടായാൽ അവൻ വാക്കത്തിയും കോടാലിയും ഒക്കെ ആയിട്ട് ഇറങ്ങും. അവൻ ഉള്ളിടത്തോളം കാലം പേടിക്കണ്ട, എടാ മോനെ എന്നൊന്ന് വിളിച്ചാൽ മതി, അവൻ പ്രശ്നമൊക്കെ പരിഹരിച്ചെങ്കിൽ വരും. മനസ്സിലായില്ല? മറ്റൊരുത്തനുണ്ട്, പഠിക്കാൻ അവനോളം മിടുക്കനില്ല, പഠിക്കുകയുള്ളൂ, വേറെ ഒന്നുമില്ല. അവനെ സംരക്ഷിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ നിൽക്കുക, ബാക്കിയുള്ളവരൊക്കെ അവന് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കും, അവൻ പഠിക്കും, അവൻ ഏറ്റവും വലിയവനായിട്ടാണ് വരുന്നത്. പഠിത്തത്തിൽ അമ്മ തൃപ്തനാണ് അവനെ കൊണ്ട്. വേറൊരുത്തനുണ്ട്, രാവിലെ ഏറ്റു കഴിഞ്ഞാൽ പാടത്തേക്ക് പോവും, ചക്രം ചവിട്ടും, വെള്ളം തേവും, നെല്ല് നോക്കും, മെതിക്കുന്നിടത്ത് പോവും, മെതിക്കും, കാള പൂട്ടും, പറമ്പിലെ കൃഷിയൊക്കെ നോക്കും. അവൻ കുടുംബം കൊണ്ടുപോക്കുള്ളൂ, അത് വിറ്റ് പോകില്ല. മക്കളെല്ലാം ജോലിക്കാരാകുമ്പോൾ തറവാട് വിറ്റ് പോകില്ല, അതവിടെ ഉണ്ടാവും. വയസ്സുകാലത്ത് കിടക്കാനൊരു ഇടമുണ്ടാവും, അവനെല്ലാം നോക്കിക്കോളും. വേറൊരുത്തനുണ്ട്, അവനെല്ലാം കണക്കും എഴുതി വെച്ചോളും, എല്ലാ കാര്യവും നോക്കിക്കോളും. ഇങ്ങനെ ഒരുപാടെണ്ണമുണ്ട്. ആ ജനിതക രീതി എല്ലാ അമ്മയിലുമുണ്ട്. ഇന്ന് കുഞ്ഞൊന്നേ ഉള്ളൂ. അത് വൈകല്യങ്ങളുടെ കൂത്തരങ്ങാണ്. താൻ ഇച്ഛിക്കുമ്പോൾ വിളിക്കാനൊരുത്തനില്ല. ഞാനീ പറയുന്നത് മിത്തോളജിക്കലാണ്. മിത്തോളജിക്കലായി ഇതിന് പറയുന്നത് പാർവതി കോംപ്ലക്സ് എന്നാണ്. or in other words പാർവതി സിൻഡ്രോം. നിങ്ങൾക്കത് ഓമന പേരിൽ പാറു സിൻഡ്രോം എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ കുളിക്കാൻ പോകുമ്പോഴും ബാക്കിയുള്ള സമയത്തുമൊക്കെയുള്ള തൻ്റെ ഏകാന്തതയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന ഒരുത്തനാണ് തൻ്റെ ഭർത്താവ്, സാക്ഷാൽ ശിവൻ. കക്ഷിയെ കൊണ്ടുള്ള ശല്യം സഹിക്കുക വയ്യാതെ വന്നപ്പം കക്ഷിക്കുണ്ടായ പിള്ളേരാ തനിക്കുള്ളതല്ല. മനസ്സിലായില്ല? അപ്പൊ താൻ പറഞ്ഞാൽ കേൾക്കാൻ ഒരുത്തനെ വേണം. ദേഹത്തെ ചെളി ഉരുട്ടി ഒരുത്തനെ ഉണ്ടാക്കിയെന്നാണ് കഥ. അവൻ കൊമ്പും തുമ്പിക്കൈയും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇയാളിങ്ങ് വന്നപ്പോൾ പറഞ്ഞു, വേറെ പണി പോയി നോക്കാൻ പറഞ്ഞു. അമ്മ ഇപ്പം അകത്താണ്, ഏകാന്തതയിലാണ്, ഞാനാണ് കാവൽക്കാരൻ, പൊക്കോളാൻ പറഞ്ഞു. ഇയാൾ കേട്ടില്ല, തൂക്കിയെടുത്ത് മാറ്റിയങ്ങ് നിർത്തി. ഞാൻ തലവെട്ടിയെന്നൊരു കഥയുണ്ട്. ആ കഥയ്ക്കകത്തൊരു മിത്തുണ്ട്. സ്ത്രീയിൽ സ്ത്രൈണ ഹോർമോണുകളുടെ ആന്തോളനത്തിൽ ഒരു കുട്ടിക്കുള്ള ആവേഗം 35 വയസ്സ് കഴിയുമ്പോൾ തുടങ്ങുന്നതാണ് എല്ലാ ഫൈബ്രോയിഡും എല്ലാ സിസ്റ്റുമായി രൂപാന്തരപ്പെടുന്നത്. സൈക്കോളജിക്കലായി പഴയ കാലത്തില്ലാത്ത ഈ രോഗം ഇന്ന് സർവ്വ സ്ത്രീകളിലും രൂപാന്തരപ്പെടുകയാണ്. ചെന്നാൽ ഉടനെ 2 സ്കാൻ 2 ആഴ്ചയ്ക്കുള്ളിൽ എടുക്കും. CT. ആദ്യത്തെ CT എടുക്കുമ്പോൾ അതിൻ്റെ തുടർച്ചയായ അടുത്ത CTയിലെ റേസ് എക്സ്റേ ചെല്ലുമ്പോൾ അത് മലിഗ്നൻ്റ് ആവും. അത് ഗ്ലൂട്ടാമിൻ മുതലായവയൊക്കെ എങ്ങനെ പരിണമിക്കുമെന്ന് ഞാൻ ഇപ്പോൾ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് പിന്നൊരു ക്ലാസ്സിലാവാം. എങ്ങനെയാണത് ക്യാൻസറായി മാറുന്നത്, എങ്ങനെയാണത് ഗാമയിലും ഗ്ലോബുലിലും ഒക്കെ പരിണാമമുണ്ടാക്കുന്നത്, ഒക്കെ വളരെ വ്യക്തമായി പറഞ്ഞുതരാം. ചുമ്മാ ഒന്നുമല്ല പറയുന്നത്, നിങ്ങൾക്കും പഠിച്ചു നോക്കാം. അതുവരെ അത് മലിഗ്നൻ്റ് അല്ല. ആ വികാരത്തെ സാന്ത്വനിപ്പിക്കുന്ന ഒരു ഭർത്താവിൻ്റെ സാന്ത്വനം കൊണ്ട്, മര്യാദാമസൃണമായൊരു മാതൃത്വത്തിൻ്റെ വികാരം കൊണ്ട്, കുട്ടികളോടുള്ള സൗമ്യമായ പെരുമാറ്റം കൊണ്ട് 5 പൈസയുടെ മരുന്നില്ലാതെ 2 ആഴ്ച കൊണ്ട് പറ്റിപ്പോകും. അതിനുള്ള വിദ്യാഭ്യാസ സാധ്യത ഉണ്ടാവണം. അല്ലാതെ ഞാൻ പഠിച്ചു MA PhD എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. റിസർച്ച് വെളിയിൽ നടക്കണം.
തുടർച്ചയായി എടുക്കുമ്പോൾ എക്സ്റേ കടന്നു പോകുമ്പോൾ ശരീരത്തിനകത്ത് വരുന്ന പരിണാമങ്ങൾ പഠിച്ചു നോക്കണം. അല്ലാതെ ഡോക്ടർ പറഞ്ഞു ഉടനെ കയറി എടുക്കരുത്, എടുക്കാൻ പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലരുത്. റേഡിയോളജിയിൽ ഇതിൻ്റെ സംഭ്രമജനകങ്ങളായ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയണം. ഇതൊക്കെ ഒരു അമ്മയ്ക്കാണ് അറിയുക. ഇന്നലത്തെ അമ്മയ്ക്ക് ലോകത്തിലെ മുഴുവൻ അറിവുകളും ലഭിച്ചിരുന്നു, വിദ്യാഭ്യാസം ഇല്ലെങ്കിലും എന്നുള്ളതിലാണ് കുട്ടികളെ സംരക്ഷിച്ചു പോകുന്നത്. ഇന്നത്തെ അമ്മയ്ക്ക് ലോകത്തിലുള്ള എല്ലാ അറിവുകളെക്കുറിച്ചും വിദ്യാഭ്യാസപരമായി അറിവുണ്ട് എന്ന നാട്യവും അവയിലൊന്നും അറിവില്ലാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. ഇന്നലെ സഹകരണ ബാങ്കുകളിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അതിനെ സംഘടിപ്പിച്ചവൻ ചിലപ്പം 2500 വോട്ടെന്നൊക്കെ പറഞ്ഞേക്കും. കാരണം 2000 ഇംഗ്ലീഷിൽ കിട്ടി, 500 എന്ന് ഇംഗ്ലീഷ് കിട്ടിയില്ല. അപ്പോൾ അവൻ ഒന്നിച്ച് അങ്ങനെ പറഞ്ഞു എന്ന് വരും. അത്രയ്ക്കുള്ള വിദ്യാഭ്യാസമൊക്കെ കാണുള്ളൂ, പക്ഷെ അവന് സംഘടിപ്പിക്കാൻ അറിയും. നിങ്ങൾക്കത് 2500 എന്ന് പറയാൻ അറിയുമായിരിക്കും, പക്ഷെ നിങ്ങളത് പൊളിക്കും. മനസ്സിലാവുമോ ഞാൻ പറയുന്നതെന്നറിയില്ല. അതുകൊണ്ടാണ് നമുക്ക് മൂല്യം അടിസ്ഥാനപ്പെടുത്തി കുടുംബത്തിൽ അമ്മയെ ബേസ് ചെയ്ത് വരുന്ന കുട്ടികൾ, ആ കുട്ടികൾ അച്ചടക്കത്തിൽ ശൈശവം, ബാല്യം, കൗമാരം, അങ്ങനെ ക്രമമായി കയറി വരുന്നത്. ആ സമയത്തുള്ള വികാരങ്ങളുടെ ആന്തോളനം, അതിലേറ്റവും ശ്രദ്ധിക്കേണ്ടത് ബയോക്ലോക്കിലെ കൗമാരം. ഇപ്പൊ ആളുകൾ വിചാരിക്കുന്ന അഡോളസൻസ് എന്ന് പറയുന്നത് 13 വയസ്സാണെന്നാ. അല്ല, അതിനൊക്കെ മുമ്പേ അഡോളസൻസ് എത്തും. അത് സൗരമാവിനി വെച്ചാണ് പറയുന്നത്. കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ തന്നെ കൗമാരത്തിലേക്ക് കടന്നു, മാരൻ കുമാർഗത്തിൽ കളിക്കുന്നത്. വൈകാരിക തീവ്രതയുടെ കാലഘട്ടം. അപ്പോൾ പഠിക്കാൻ പറ്റൂല. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് നല്ലപോലെ മാർഗനിർദ്ദേശം നൽകിയില്ലെങ്കിൽ അവൻ്റെ പഠിത്തം പോയി, അവളുടെ പഠിത്തം പോയി. അതൊക്കെ അമ്മയ്ക്ക് പറ്റും. അതിനനുസരിച്ച് കുട്ടിയുടെ ആരോഗ്യം, അമ്മയുടെ ആരോഗ്യം, കുടുംബത്തിൻ്റെ ആരോഗ്യം. അപ്പോൾ ഇതെല്ലാമാണ് വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക രംഗത്തുമുള്ള, അത് രണ്ടുമാണ് എന്നോട് പറഞ്ഞതിലെ മുഖ്യമായത്. ഭാരതീയ സംസ്കാരം എന്ന് പറയുമ്പോൾ പഴയ ആളുകൾ ഇങ്ങനെയാണ് അത് രൂപപ്പെടുത്തിയത്. അതിൻ്റെ രചതരേഖകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റ്സിംഗ്, ഹുയാൻസാൻ, ഫാഹിയാൻ തുടങ്ങിയവരുടെ യാത്രാവിവരണങ്ങൾ വായിച്ചു നോക്കണം. ലോഗൻ ഉൾപ്പെടെയുള്ളവരുടെ, ലോഗൻ്റെ മാനുവൽ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ മറിച്ചു നോക്കണം. ശുചിത്വത്തിൽ, ലൈംഗിക ആരോഗ്യ കാര്യത്തിൽ, കുടുംബ സംവിധാനത്തിൽ, കുടുംബ ബന്ധത്തിൽ ഒക്കെ ഇന്ത്യൻ സമൂഹം എത്ര ഉയർന്നു നിന്നിരുന്നുവെന്ന് കൃത്യമായ ഗ്രന്ഥങ്ങളിലുണ്ട്. അല്ലാതെ സാമ്പത്തികമായോ സാംസ്കാരികമായോ ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്തെ അന്ന് അപേക്ഷിക്കേണ്ടി വന്നിരുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം അതാണ്. നളന്ദ, തക്ഷശില തുടങ്ങിയ സർവകലാശാലകൾ, ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലകൾ, അതിന് ഇന്ത്യക്ക് വെളിയിൽ രൂപപ്പെടാൻ പോവുകയാണെന്ന് തോന്നുന്നു. Am I right? നളന്ദ ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്നോ നാളെയോ ആണെന്ന് തോന്നുന്നു. അത് ഇന്ത്യക്ക് വെളിയിലുള്ളവരുടെ ആഗ്രഹമാണെന്ന് തോന്നുന്നു, ഇന്ത്യക്കാരുടെയും അല്ല. നിങ്ങൾ കേട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ത്യക്കാരത് പറ്റുകയില്ലെന്ന് 10 പ്രാവശ്യം പറഞ്ഞതാണ്. ഇന്ത്യയുടെ പ്രാചീനതയൊന്നും ഇന്ത്യക്ക് ആവശ്യമില്ല, അതൊരിക്കലും പുനരുജ്ജീവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഫോറിനേഴ്സ് അതിൻ്റെ ആഗ്രഹത്തിലെത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സർവകലാശാലകൾ, അവിടെ പഠിച്ച വിഷയങ്ങൾ, അവിടുന്ന് രൂപപ്പെട്ട സാമൂഹികത, ഇവയൊക്കെ വിദേശകാര്യ